ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനേസിൽ US കാണിച്ച അതിക്രമം വർത്തമാനകാല ലോക സാഹചര്യങ്ങളോടുള്ള പ്രതികരണമായിട്ടാണ് കാണേണ്ടത്. ശീതയുദ്ധത്തിന് ശേഷം കുറെ കാലം US ആയിരുന്നു ലോകത്തിന്റെ ഒരേ ഒരു വൻ ശക്തി. ഈ നൂറ്റാണ്ടോടുകൂടി അവസ്ഥ മാറി. ചൈന വൻ ശക്തി പദവിയിലേക്ക് കുതിച്ചുയർന്നു. പുതിന് കീഴിൽ റഷ്യയും ലോകഭൂപടത്തിൽ പ്രാവീണ്യം വീണ്ടെടുത്തു. ഈ യഥാർത്ഥങ്ങളോട് പൊരുത്തപ്പെടാനുള്ള യാതനമായിട്ടാണ് രണ്ടാം ഡൊണാൾഡ് ട്രംപ് ഭരണത്തിന്റെ വിദേശ നയം. യൂറോപ്പിലെ US സ്വാധീന മേഖലയെ നിലനിർത്താൻ ട്രംപിന് വലിയ താല്പര്യമില്ല. രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം യൂറോപ്പിന്റെ സംരക്ഷണ വേഷമായിരുന്നു US. ശീതയുദ്ധകാലത്ത് സൈനിക സഖ്യമായ നാറ്റോവുമായി പടിഞ്ഞാറൻ യൂറോപ്പിനെ US സ്വന്തം കുടക്കീഴിൽ അണിനിരത്തി. സോവിയറ്റ് പതനത്തിന് ശേഷം കിഴക്കൻ യൂറോപ്പിനെ കൂടി ഈ കുടക്കീഴിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ ഇപ്പോഴത്തെ ലോക സാഹചര്യത്തിൽ സുരക്ഷയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതുകൊണ്ട് പ്രയോജനമില്ല എന്ന വിലയിരുത്തലാണ് ട്രംപിനുള്ളത്. കഴിഞ്ഞ മാസം ട്രംപ് ഭരണകൂടം പുറത്തിറക്കിയ ദേശരക്ഷാ നയത്തിൽ ഇക്കാര്യം സ്പഷ്ടമാക്കിയിട്ടുണ്ട്. സ്വരാജ്യത്തിന്റെ പിന്നാമ്പുറത്തായിട്ടുള്ള US എക്കാലവും കണക്കാക്കി പോണ്ടിരുന്ന ലാറ്റിൻ അമേരിക്കൻ കരീബിയൻ മേഖലയുടെ സ്വാധീനം നിലനിർത്തുന്നതിന് പ്രാമുഖ്യം കൽപ്പിക്കണമെന്നാണ് നയരേഖ അനുശാസിക്കുന്നത്. ഈ മേഖലയിൽ പുറത്തുനിന്നുള്ള ശക്തികളുടെ സ്വാധീനവും നിയന്ത്രണവും സ്ഥാപിക്കുന്നത് തടയണമെന്നും നിർദ്ദേശിക്കുന്നു. പുറത്തുനിന്നുള്ള ശക്തികൾ എന്ന് ഉദ്ദേശിക്കുന്നത് ചൈനയും റഷ്യയുമാണ്. പ്രത്യേകിച്ച് ചൈനയെ അനാവരണം ചെയ്യപ്പെട്ട പുതിയ ദേശരക്ഷാ നയത്തിന്റെ പ്രായോഗമാണ് കഴിഞ്ഞ ദിവസം US സൈന്യം വെനേസിൽ കടന്നുകയറി പ്രസിഡന്റിനെയും ഭാര്യയെയും റാഞ്ചി കൊണ്ടുപോകുന്ന അസാധാരണ നടപടിയിലേക്ക് ദൃശ്യമായത്. ലാറ്റിൻ അമേരിക്കൻ മേഖലയിൽ US പ്രത്യക്ഷമായും പരോക്ഷമായി ഇടപെടൽ നടത്തിയതിന്റെ ദീർഘമായ ചരിത്രമുണ്ട്. മേഖലയിലെ രാജ്യങ്ങളിൽ തങ്ങൾക്കിഷ്ടമുള്ള ഭരണകൂടത്തെ കുത്സിതത്തോടെ വാഴുന്നതിനും ആജ്ഞാവർത്തികളെ ഭരണത്തിന് ഏറ്റുന്നുമെല്ലാം US പതിവായിരുന്നു. ഫിഡൽ കാസ്ട്രോയുടെ ക്യൂബയും ഹ്യൂഗോ ഷവാസിന്റെ വെനേസിലെയും ഇത്തരം നെറികേടുകളോട് വലിയ തോതിൽ പൊരുതിയിരുന്നു. ഷവാസിന്റെ രാഷ്ട്രീയ അനന്തര അവകാശി ആയി അറിയപ്പെടുന്ന ആളാണ് കഴിഞ്ഞ ദിവസം US റാഞ്ചിയ വെനേസിയൻ പ്രസിഡന്റ് നിക്കോളാസ് മഡോറ. ഇദ്ദേഹത്തിന്റെ ഭരണകൂടം വലിയ തോതിൽ ലഹരിക്കടത്തിന് നേതൃത്വം കൊടുക്കുന്ന ആരോപിച്ചാണ് US ഈ നടപടി. ഈ ആരോപണം കുറെയായി ഉയർന്നിട്ടുണ്ടെങ്കിലും വിശ്വസനീയമായ തെളിവുകൾ ഇതുവരെ ലോകസമക്ഷത്ത് വെക്കാൻ US സാധിച്ചിട്ടില്ല. കുറെ മാസങ്ങളായി US കരീബിയൻ കടലിൽ പടക്കപ്പൽ വ്യൂഹത്തെ വിന്യസിച്ചും വെനേസിൽ എണ്ണക്കപ്പൽക്ക് നേരെ വെടിയുതിർത്തും അക്രമം കാട്ടുന്നു. ലോകത്തിന്റെ എണ്ണ നിക്ഷേപത്തിന്റെ 17% വെനേസിലാണുള്ളത്. യഥാർത്ഥത്തിൽ ഈ രാജ്യം US നോട്ടപ്പുള്ളിയാകുന്നത് 1976 വെനേസിലിൽ തങ്ങൾക്കുണ്ടായ എണ്ണ വ്യവസായത്തെ ദേശസാൽക്കരിക്കുന്നതുവരെ അമേരിക്കൻ എണ്ണ കമ്പനികൾക്ക് അവിടുന്ന് നല്ല കൊയ്ത്തായിരുന്നു. 1999 ഹ്യൂഗോ ഷവാസ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു. വെനേസിൽ നിന്നുള്ള എണ്ണ 80% ഇപ്പോൾ വാങ്ങുന്നത് ചൈനയാണ്. വെനേസ് അടക്കം ലാറ്റിൻ അമേരിക്കയിലെ ഒട്ടേറെ രാജ്യങ്ങളുമായി ചൈന അടുത്ത കാലത്ത് വിപുലമായ മൂലധന നിക്ഷേപം നടത്തുന്നുണ്ട്. റഷ്യയും ഈ മേഖലയിലേക്കുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നു. അപ്പോൾ സ്വന്തം അയൽപക്ക മേഖല കൈവിട്ടു പോകാതിരിക്കുള്ള കളിയാണ് US നടത്തുന്നതെന്ന് വ്യക്തം. നിക്കോളാസ് മഡോറയുടെ അനുഭവ മേഖലയിലെ മറ്റു ഭരണാധികാരികൾക്കുള്ള ഒരു താക്കീതാണിത് എന്ന് US കരുതുന്നു. പക്ഷേ ഒരു രാജ്യത്ത് കടന്നു കയറി അവിടുത്തെ പ്രസിഡന്റിനെ മറ്റു രാജ്യത്തിന്റെ സൈന്യം പിടിച്ചോണ്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ പരമാധികാരം എന്ന പ്രമാണത്തിന് ഈ പരിഷ്കൃത ലോകത്ത് ഒരു വിലയുമില്ലേ എന്ന അന്താളിപ്പാണ് സാധാരണക്കാരന് ഉണ്ടാകുന്നത്.